ഇനി മെമ്മറി കപ്പാസിറ്റി പ്ലാനിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് സാധാരണ ചോദിക്കുന്നത് നമ്മുടെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ ആ പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ടേംസാണ് നിങ്ങൾ മെയിൻലി ഇതിനകത്ത് നോക്കേണ്ടത്. ഹിറ്റ് റേഷ്യോ എന്താണ്, ആക്സസ് ഫ്രീക്വൻസി എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിതിന് മുന്നേ ഈ ഹിറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഹിറ്റ് റേഷ്യോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹിറ്റ് റേഷ്യോ എന്താണ്? സാധാരണ നിങ്ങൾ ക്യാഷ് ഹിറ്റും ക്യാഷ് മിസ്സും ഒക്കെ OSൽ കേട്ടിട്ടുണ്ടാവും. ഹിറ്റ് റേഷ്യോ മീൻസ് വെൻ ആൻ ഇൻഫർമേഷൻ ഐറ്റം ഈസ് ഫൗണ്ട് ഇൻ MI വി കോൾ ഇറ്റ് എ ഹിറ്റ്, അതർവൈസ് എ മിസ്. ഇതായി ഒരു ഫിഗറിൽ നോക്കാം. നമ്മൾ ക്യാഷിനെ സംബന്ധിച്ചിട്ടുള്ള ഇടത്തോളം ക്യാഷ് ഹിറ്റാണ് എന്താണെന്ന് നോക്കാം. നിങ്ങളൊരു പെർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ഡേറ്റ നിങ്ങൾ ക്യാഷിനകത്ത് നോക്കുകയാണ്. ഓക്കെ, ഇഫ് ദ ഡേറ്റ ഈസ് പ്രസൻറ്റ്, ഇഫ് എ വേർഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ക്യാഷ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ക്യാഷ് ഹിറ്റ്. ഓക്കെ, ഇനി ഡേറ്റ ക്യാഷിലില്ലെങ്കിലോ? ഇഫ് ദ ഡേറ്റ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ ക്യാഷ്, ഇറ്റ് ഈസ് നോൺ ആസ് മിസ്, ക്യാഷ് മിസ്. ഓക്കെ, ഇവിടെ നമ്മുടെ മെമ്മറി ഹയറാർക്കി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അത് കോമൺലി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. MI -1 എന്നോ MI+1 എന്നോ സക്സസീവ് മെമ്മറി ലെവൽസിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിറ്റ് റേഷ്യോ ഒരു ith ലെവലിലുള്ള മെമ്മറി ഹയറാർക്കിയിൽ ഹിറ്റ് റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത് HIN ആയിരിക്കും. അപ്പോൾ if the data is present at the ith level, then it is represented by the letter HI. Okay, HI means the probability that an item required will be found at the mith level. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും മിസ് റേഷ്യോ എന്ന് പറയുന്നത്? ഇപ്പോൾ MI ആണ് നിങ്ങളുടെ ലെവൽ, അതിനകത്ത് ഡേറ്റ കണ്ടില്ല എങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ മിസ്, ദെൻ ഇറ്റ് ഈസ് 1 HI ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഡേറ്റ പ്രസൻ്റ് ആണെങ്കിൽ HI ആയിരിക്കും. ith ലെവലിൽ ഡേറ്റ പ്രസൻ്റ് ആണെങ്കിൽ HI, ഡേറ്റ മിസ് ആണെങ്കിൽ 1 HI ആണ്. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് ആക്സസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആക്സസ് ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ മെമ്മറി ലെവലിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ആക്സസ് ഫ്രീക്വൻസി ടു MI ഈസ് ഡിഫൈൻഡ് ആസ് FI equal to 1 -H1 into 1 -H2 into etc. up to 1 HI-1 into HI. അപ്പോൾ എന്താണ് ആക്സസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the probability of successfully accessing MI when there are I-1 misses at the lower levels and a hit at MI. ഓക്കെ, ദിസ് ഈസ് ദ ആക്സസ് ഫ്രീക്വൻസി. അപ്പോൾ ആക്സസ് ഫ്രീക്വൻസി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ FI ആണ്. FIയുടെ ഇക്വേഷൻ മറന്നു പോകരുത്. പ്രീവിയസ് ആയിട്ടുള്ള ടേമുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. 1 -H1 into 1 -H2 into etc. up to 1 HI-1 into HI. ith ലെവലിൽ ഡേറ്റ കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള ലെവൽസിൽ ഡേറ്റ മിസ്സാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അത്രയുമുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ പറയുന്നത് ആക്സസ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പം ആക്സസ് ഫ്രീക്വൻസിയും നമ്മുടെ ഹിറ്റ് മിസ് റേഷ്യോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇഫക്റ്റീവ് ആക്സസ് ടൈമിൻ്റെ ഇക്വേഷനാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. ഈ പോർഷൻ നോക്കുക. ഇഫക്റ്റീവ് ആക്സസ് ടൈം ഒരു ലെവലിനെ നമ്മുടെ മെമ്മറി ഹയറാർക്കിയെ വെച്ചിട്ട് പറയുമ്പോൾ സിഗ്മ I = 1 to n FI/Ti = H1 T1 plus 1 - H1 H2 T2 plus 1 - H1 1 - H2 HT T3 plus etc. പോവും. ഓക്കെ, അപ്പോൾ ആക്സസ് എഫക്റ്റീവ് ആക്സസ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ മെമ്മറി ഹയറാർക്കിയെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയാം. എത്രയും മെമ്മറി ലെവൽസാണ് ഉള്ളത് അത്രയും മെമ്മറി ലെവൽസിനെയും സമ്മേഷനായിട്ട് വേണം അത് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യനിൽ പറയും എത്രയാണ് നിങ്ങളുടെ മെമ്മറി ലെവൽസ്, മെമ്മറി ഹയറാർക്കി എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഈ എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് പോർഷനാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. മെമ്മറി ഹയറാർക്കിയുടെ ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. അറിയാം നമുക്ക്, ഇറ്റ് ഈസ് ദ C total equal to sigma I = 1 to n CI SI.
ഓക്കെ, ഓരോ ലെവൽസിൻ്റെയും കോസ്റ്റും സൈസും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. എല്ലാ മെമ്മറി ലെവൽസിൻ്റെയും കൂടി സമ്മേഷൻ എടുത്തിട്ട് വേണം സി ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സി ടോട്ടൽ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n CI/SI. അപ്പോൾ ഇത്രയും ഇക്വേഷൻസും കൂടി ഓർമ്മിച്ചിരിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഇനി വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.